വിഷുവിന്റെ വിഭവങ്ങളിൽ വളരെ വിശിഷ്ടമായ ഒന്നാണല്ലോ മാമ്പഴ പുളിശ്ശേരി. നമുക്ക് മാത്രല്ല, ഭഗവാനും പ്രിയപ്പെട്ട വിഭവമാണ് ഇത്. വെറുതെ പറഞ്ഞതല്ല കേട്ടോ. മാമ്പഴ പുളിശ്ശേരി ഭഗവാന് നിവേദിക്കുന്ന ഒരു ക്ഷേത്രം തന്നെ കേരളത്തിലുണ്ട്. കോട്ടയത്തിനടുത്തുള്ള പുരാതനമായ ആ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ആദ്യം പറയാം. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണം കഴിഞ്ഞതും പഞ്ചപാണ്ഡവരും ദ്രൗപദിയും കൂടി തീർത്ഥാടനത്തിനിറങ്ങി. പുണ്യസ്ഥലങ്ങളും ക്ഷേത്രങ്ങളും സന്ദർശിച്ച് പോകുന്ന വഴിയിൽ അവർ ഭൃഗു മഹർഷിയെ കണ്ടുമുട്ടി. കുരുക്ഷേത്ര യുദ്ധത്തിൽ സഹോദരങ്ങളുടെ വധത്തിന് കാരണമായതിന്റെ പാപം തീരാനും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്തിനുമായി ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ മഹാവിഷ്ണുവിനെ വിശിഷ്ടമായ ചില സ്ഥലങ്ങളിൽ പ്രതിഷ്ഠിച്ച് ക്ഷേത്രം നിർമ്മിക്കണമെന്ന് മഹർഷി അരുളി ചെയ്തു. അതുപ്രകാരം യുധിഷ്ഠിരൻ ചെങ്ങന്നൂരിലെ തൃച്ചിറ്റാറ്റും, ഭീമസേനൻ തൃപ്പുലിയൂരിലും, അർജുനൻ തിരുവാറന്മുളയിലും, നകുലൻ തിരുവൻവണ്ടൂരിലും മഹാവിഷ്ണുവിന്റെ ക്ഷേത്രങ്ങൾ പണിത് അവരവർക്ക് സ്വപ്നത്തിൽ ദർശനം കിട്ടിയ രൂപത്തിൽ വിഗ്രഹമുണ്ടാക്കി മഹർഷി പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ പ്രതിഷ്ഠിച്ചു. പക്ഷേ സഹദേവന് മാത്രം മുഹൂർത്ത സമയത്ത് വിഗ്രഹം പണിതു കിട്ടിയില്ല. വിഷണ്ണനായി മനം നൊന്ത് ഭഗവാനെ പ്രാർത്ഥിച്ച ശേഷം സഹദേവൻ ജീവൻ വെടിയാൻ തീരുമാനിച്ചു. അപ്പോൾ സഹദേവന് മുൻപിൽ അഗ്നി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് മനോഹരമായ ഒരു വിഷ്ണു വിഗ്രഹം അദ്ദേഹത്തിന് സമ്മാനിച്ചു. സന്തോഷപൂർവ്വം അത് ഏറ്റുവാങ്ങിയ സഹദേവൻ അത് അത്ഭുത നാരായണ സങ്കല്പത്തിൽ ദിവ്യദേശങ്ങളിൽ ഒന്നായ തൃക്കൊടിത്താനത്ത് പ്രതിഷ്ഠിച്ച് സായുജ്യം നേടി. അതാണ് തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം. മറ്റു ക്ഷേത്രങ്ങളിൽ ഒന്നുമില്ലാത്ത ഒരു പ്രത്യേക നിവേദ്യം ഇവിടുത്തെ വിഷ്ണുവിനുണ്ട്. വിഷു ദിവസം ഉച്ചപൂജയ്ക്ക് മാമ്പഴ പുളിശ്ശേരിയാണ് ഭഗവാന് നിവേദിക്കുന്നത്. വിഷുവിന്റെ തലേന്ന് തന്നെ ഇതിനായി ഭക്തർ നല്ല മാമ്പഴം ഭഗവാന് വഴിപാടായി ക്ഷേത്ര നടയ്ക്കൽ സമർപ്പിക്കുന്നു. പിറ്റേന്ന് ഈ മാമ്പഴം കൊണ്ട് സ്വാദിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി ഭഗവാന് നിവേദിച്ച ശേഷം അത് പ്രസാദമായി എല്ലാവർക്കും നൽകുന്നു. ഇതാണ് ചിട്ട. കോട്ടയത്ത് ചങ്ങനാശ്ശേരിക്കടുത്താണ് തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം. കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഭഗവാന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ വിശേഷപ്പെട്ട സംഗതികൾ അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും.